ഇറാൻ ഇസ്രയേൽ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ബ്രിട്ടൻ. ഖൊമേനിയെ കൊല്ലാനുള്ള വ്യോമാക്രമണത്തിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല, ഇനിയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയുമില്ല. മിസൈൽ വരുന്നതിന്റെ ഉറവിടം ആദ്യം നശിപ്പിക്കണം, എന്നാൽ മാത്രമേ സമാധാനം ഇവിടെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. മേഖലയിൽ ഉടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് അത് തടയുക എന്ന ആ ഒരു പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തോടെയാണ് യുഎസിന് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ എക്സിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരായ തന്നെ പ്രതിരോധ ആക്രമണങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ അമേരിക്ക തങ്ങളുടെ ആവശ്യവുമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ട ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ബ്രിട്ടൻ പങ്കെടുത്തിട്ടില്ല എന്നും ഇനി നടക്കാനിരുന്ന ആക്രമണങ്ങളിൽ ഒന്നും തന്നെ തങ്ങൾ പങ്കുചേരില്ല എന്നതാണ് ഇപ്പോൾ കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും അവിടെ പതിച്ചതായും ഇത് ബ്രിട്ടീഷ് പൗരന്മാരെ വലിയ ഒരു അപകടത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് എന്നതും അദ്ദേഹം ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മേഖലയിൽ ഉടനീളം ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ച നിരവധികളായ ആളുകളെ കൊല്ലുകയും ബ്രിട്ടീഷ് പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നത് അത് അവിടെ തടയുന്നതിനായി തന്നെ യുഎസിന്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിൽ ഇത് തുറന്നു നൽകുന്നതെന്നും വ്യക്തമാക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ട ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഇനി പങ്കെടുക്കുകയുമില്ല എന്നും ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകൾക്കും വിമാനത്താവളങ്ങൾക്കും എതിരെ വരുന്നതും വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെ സുഹൃത്ത് രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും കൂട്ടായ പ്രതിരോധത്തിനിടയിലാണ് ഈ ഒരു തീരുമാനം തങ്ങൾക്കെടുക്കുന്ന ഒരു അവസരത്തിലേക്ക് വരുന്നത്. ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുൻപേ തന്നെ അവയുടെ ആ ഒരു ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുക എന്നതാണ് ഭീഷണി ഒഴിവാക്കാനുള്ള ഏക മാർഗമെന്നും അവർ പറയുന്നു. അതേപോലെ തന്നെ മറ്റ് രീതിയിൽ RAF ഫെയർഫോർഡ്, അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ എന്നിവ അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ രണ്ട് താവളങ്ങളും മുൻപ് അമേരിക്ക ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുതയായി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.